എവ്രിവൺ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ ഒരു സഭാൻഡേ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ലാവിഷായിട്ട് ഇവിടെ ഇരുന്ന് ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് വഴിക്കൊക്കെ കാണാൻ പറ്റും തോന്നുന്നു. ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്നുണ്ട്. ഇതിൽ കൂടെ കാണാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇങ്ങനെ ഇത് ശരിക്കും കടലിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഇങ്ങനെ കുഞ്ഞി ഇതായിട്ട് വെള്ളം കയറി കിടപ്പുണ്ട് കുറേ സ്ഥലങ്ങളില്. ഇതൊക്കെ ഇങ്ങനെ തായ്ലൻഡിന്റെ അതായത് സിറ്റി കഴിഞ്ഞിട്ടുള്ള ഔട്ട്സ്കേർട്സിലുള്ള സീനറീസ് ആണ്. അപ്പൊ ഇവിടെ ഒന്നും അധികം ഭയങ്കര പൈസയുള്ള ആൾക്കാരൊന്നും അല്ല. എല്ലാവരും ഭയങ്കര സാധാരണക്കാരായ ആൾക്കാരാണ്. അപ്പം ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇപ്പം ഞങ്ങൾ പറഞ്ഞ ആ കടലിൻ്റെ തീരത്ത് വന്നേക്കുവാണ്. ഭയങ്കര ആൾക്കാരാണ്. സൺഡേ ആയതുകൊണ്ടാണ് ഭയങ്കര ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര ആൾക്കാർ. അപ്പം ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോകാം. അതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഫുള്ള് പിന്നെ ഇങ്ങനെ കുഞ്ഞി ഈ സീ ഫുഡൊക്കെ ഇങ്ങനെ വിൽക്കുന്നതും അങ്ങനത്തെ കുറേ തട്ടുകടകളാണ്. പിന്നെ ഒരു കഫേ ഉണ്ട് അവിടെ, കണ്ടോ? അത്യാവശ്യം കൊള്ളാവുന്ന ഇച്ചിരി സ്റ്റാൻഡേർഡുള്ള ഒരു കഫേ ഉണ്ട്. അതുകൂടാതെ പിന്നെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ആണ്. കുഞ്ഞി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ പാക്ക്ഡ് ആയിട്ടുള്ള സീ ഫുഡ്, അത് എന്താ കുക്ക് ചെയ്തതുകൊണ്ട് കുക്ക് ചെയ്യാത്തതും ഉണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, കണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, കുറേ ഉണ്ട് ഷോപ്പുകൾ. അപ്പം ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞങ്ങളിവിടെ കൊണ്ടുവന്ന ആളുണ്ട്. അയാൾ വരാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഇത് കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫ്രണ്ട് ഇവിടെ നിന്ന് ലാവിഷായിട്ടുള്ള വീഡിയോ എടുക്കും. ഈ പിതാമ്യൂത്തിനായി ഓക്കെ. അപ്പം അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. എനിക്ക് ഇവിടുന്ന് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വെച്ചിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞി കഫേ. അപ്പം നോക്കിക്കോ. ഞങ്ങൾ വാങ്ങാൻ നോക്കട്ടെ. ചാ പുള്ളി ഉണ്ടാക്കുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഞാനിതിവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് മേടിക്കാന്ന് വിചാരിച്ചു. ഇവരെന്നാ മേടിക്കുന്നതെന്ന് നോക്കട്ടെ. കുൻകിന്നലായി അപ്പൊ അവളൊരു ഗ്രീൻ ടീ മേടിച്ചു. ഞാൻ ഒരു നെസ്കഫേ മേടിച്ചു. പിത്തംകിന്നലായി അപ്പം ഇവിടുത്തെ അയാളവിടെ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ മേടിക്കുന്നതെല്ലാം ഐസ് ഇട്ടിട്ടുള്ളതാണ്, കോൾഡാണ്. അപ്പം ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കോൾഡ് കോഫി, കോൾഡ് ടീ, അങ്ങനെ ഇത് കണ്ടോ പുള്ളി ഉണ്ടാക്കുന്നത് കണ്ടോ. നല്ല രസമില്ലേ? ഇപ്പം എൻ്റെ നെസ്കഫേ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതോ വേറെ ആൾക്കുള്ളതാണോ എന്ന് അറിയില്ല. ഓക്കെ, വേറെ ആൾക്കുള്ളതാണ്.
അപ്പോൾ ഇതാ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കടൽ ഇത് ശരിക്കും കടലിൻ്റെ ഒത്തിരി ദൂരേക്കല്ലാതെ കുറച്ച് കരയോട് ചേർന്ന് എന്നാലൊരു ഗ്യാപ്പ് ഇട്ടിട്ട് കടൽപ്പാലം 2 സൈഡിലേക്കും ഇങ്ങനെ കുറേ ദൂരത്തോളം കടൽപ്പാലമുണ്ട്. അപ്പം നല്ല രസമാണ് അവിടെ. അതായത് സൺസെറ്റും സൺറൈസും കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരും. കൂടുതലും സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര രസമുണ്ടാവും. അതായത് അത്ര വെയിൽ, ഇപ്പം ഞങ്ങൾ പോകുന്ന ഈ സമയത്ത് ചെറുതായിട്ട് മഴക്കാറുണ്ടായിരുന്നു. മഴക്കാറുള്ളത് കൊണ്ട് തന്നെ അത്ര ഭയങ്കര ചൂട് അല്ലെങ്കിൽ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മെയിൻ എൻട്രൻസിൽ കൂടെ തന്നെ കയറാൻ വേണ്ടിയിട്ട് നോക്കി. മെയിൻ എൻട്രൻസിൽ കൂടെ തന്നെ കയറി. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കാലമൊക്കെ. അപ്പോൾ ഇവിടെ കുറേ മറ്റേ കൗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമില്ലേ, പക്ഷികളില്ലേ, അതുണ്ട്. പിന്നെ അവിടെ ഡോൾഫിൻ പോയിൻ്റ് ഉണ്ട്. പക്ഷേ ഇപ്പം അവിടെ അങ്ങനെ ഇല്ല. ഇഷ്ടംപോലെ ഇതുണ്ടായിരുന്നു, മീനുകൾ ഉണ്ടായിരുന്നു, ഡോൾഫിൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇപ്പോൾ കാണാനില്ല. പിന്നെന്താ, 2 സൈഡിലേക്കും കടൽപ്പാലം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കുറേ ദൂരത്തോളം. നമുക്ക് അതിൽ നടക്കാം, അവിടെ ഇരിക്കാം. പിന്നെ ഇത് കണ്ടോ, കുറേ പക്ഷികളുണ്ട്. നമുക്കിതിൽ ഈ പക്ഷികളൊക്കെ കയ്യിലെടുത്ത് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ ഞാനതിന് പോയില്ല. ഇത് ആ കടലിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടി കയറി ഫ്രണ്ടിൽ തന്നെ ഒരു പാലം കൂടെ ഉണ്ട്. അവിടെ ഭയങ്കര ക്രൗഡായതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. അപ്പം ഇത് കണ്ടോ, ഞാനപ്പോൾ വിചാരിച്ചു ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയാണ് കയറുന്നത്. അപ്പം ഇതൊരു കുറച്ച് ദൂരത്തോളം ഇങ്ങനെ അഴികൾ ഇട്ടിട്ടുള്ളത്. അപ്പം ഫോൺ പിടിച്ചിട്ട് അതിലെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തിട്ട് പോക്കറ്റിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കണ്ടോ, ഭയങ്കര കുറച്ച് അഴികളുണ്ട്. എന്നാലും ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു. അതായത് ഫോണെങ്ങാനും താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിലെത്തും. അതുകൊണ്ട് ഞാനൊന്ന് പോക്കറ്റിലിടാമെന്ന് വെച്ചു. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയൊരു പോർഷൻ മാത്രം ഇങ്ങനെ ഇതടിച്ചിട്ടുണ്ടായിരുന്നു, പലക അടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഫുള്ള് കോൺക്രീറ്റാണ്. ഇഷ്ടംപോലെ ആൾക്കാർ. ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ടും ഈവനിങ് ആയതുകൊണ്ടും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാനത് എന്താ പറയുക, ഫുൾ കടലാണ്. കടലിലേക്ക് ഇറക്കി ഇഷ്ടം പോലെ ആൾക്കാർ ഈ പാലത്തിൽ കൂടി നടക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഫോട്ടോസ് എടുത്താലോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകുമ്പം നല്ല രസമായിരിക്കും, നമുക്ക് അവിടെ നിന്ന് എടുക്കാമെന്ന്. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് പോവാം. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. കാണോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ആ സൈഡിൽ കരയും പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ ലൈറ്റ് ഹൗസൊക്കെ കാണാൻ പറ്റും. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് നടന്നു കഴിയുമ്പോൾ ലൈറ്റ് ഹൗസൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചും വരുന്നുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി, ചെറുതായിട്ട് മഴ തൂളുന്ന കണ്ടപ്പോൾ ഒന്ന് പോണോ വേണ്ടോ എന്നൊന്നൊരു ഡൗട്ട് അടിച്ച് അവിടെ നിന്ന് നിന്നുപോയി. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സൺസെറ്റ് വീഡിയോയും കൂടി എടുക്കാമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും നല്ല ക്ലൈമറ്റാണ്, വെയിലില്ല, നല്ല കാറ്റും. അപ്പം ഭയങ്കര അടിപൊളി. എന്ന് വെച്ചാൽ ഈ കടലിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോസ് ഭയങ്കര അടിപൊളിയാണ്. എന്ത് രസമാണെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് എന്താ പറയുക, ഇത്രയും അടിപൊളിയാണെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഞാനിത് നമ്മളുടെ അവിടെ അടുത്തുള്ള ഒരു സ്ഥലം ഒരു ഭീകര ഭംഗി ഉണ്ടാവുമെന്നൊന്നും ഞാനും വിചാരിച്ചില്ല. പക്ഷേ ഭയങ്കര അടിപൊളിയാണ്. ഇത് രസമാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ കാല് താഴേക്ക് ഇട്ടിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. എന്ത് രസമാണെന്നറിയോ, ഭയങ്കര ഫീലിങ്ങാണ്. കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഞാനും കുറച്ച് കഴിയുമ്പോൾ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ കുറഞ്ഞു. 2 അമ്മച്ചിമാർ ലാവിഷായിട്ട് കാലൊക്കെ താഴെയിട്ട് ജ്യൂസൊക്കെ അടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടോ, നല്ല രസമുണ്ട്.
ഇവിടെയുള്ള ആൾക്കാരുടെ പ്രത്യേകത, ഇവരെപ്പോഴും കയ്യിൽ ജ്യൂസ്, കോഫി, ടീ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇവരുടെ കയ്യിൽ. നല്ല കാറ്റുണ്ട്. അതായത് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ അടിപൊളി ഫീലിങ്ങാണ്. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ ഒരു റെഡ് കളറില്ലേ, ഈ കളറ് ഭയങ്കരമായിട്ടിങ്ങനെ എടുത്ത് കാണിക്കും. എന്ത് ഭംഗിയാണെന്നറിയോ ഫോട്ടോസ് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് വീഡിയോസ് കുറച്ച് ഷേക്ക് ആവുന്നത്. മാത്രമല്ല കാറ്റും ഉണ്ട്. അപ്പം എങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കുറേ ദൂരമുണ്ട് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് നടന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിൽ ഒരു കുഞ്ഞ് ഹട്ട് പോലെയുണ്ട്. അവിടെ നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കണ്ടോ, അവിടെ ഒരു സ്പേസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കാം. എൻ്റെ ഫ്രണ്ട് അവിടെ കുത്തിയിരുന്നു. ഇത് കണ്ടോ, നിങ്ങൾക്ക് മഴ വരുന്നത് കാണണം. ആ സൈഡിൽ ഇപ്പം മഴ പെയ്യുന്നുണ്ട്. അത് വീഡിയോയിൽ ശരിക്കും നിങ്ങൾക്ക് ഇത് ഫീൽ ആവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ സൈഡിൽ ഇപ്പം മഴ പെയ്യുന്നുണ്ട്. ഈ സൈഡ് മൊത്തം ഇങ്ങനെ ഡാർക്കായിട്ടിരിക്കുന്നത് കണ്ടോ, എന്ത് രസമാണെന്നറിയോ. അതായത് റൈറ്റ് സൈഡിൽ ഫുള്ള് ഇങ്ങനെ ഡാർക്കായിട്ട് മേഘങ്ങളും, ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് ഇങ്ങനെ ബ്ലൂ കളറായിട്ടിരിക്കുന്നു. നല്ല രസമുണ്ട്. കണ്ടോ, ഇപ്പുറത്തെ സൈഡിൽ മഴ അങ്ങനെ മേഘങ്ങളൊന്നുമില്ല, ക്ലിയർ സ്കൈ ആണ്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ മഴ തൂളി തുടങ്ങി, മഴ പെയ്തു തുടങ്ങി എന്നാണ് പറയുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം. അപ്പം ഞാൻ ഈ സൈഡിൽ നിന്നിട്ടൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൂട്ടി ലാവിഷായിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാം കാണാൻ. കണ്ടോ എന്ത് ഭംഗിയാ, റെഡ് കളറും ആ സ്കൈയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര അമേസിങ് ഫീലിംഗ് ആണ്. അതിൻ്റെ കൂടെ കാറ്റും, പിന്നെ മഴയായതുകൊണ്ട് തണുത്ത കാറ്റും. ഇപ്പോൾ കണ്ടോ, ഞങ്ങളപ്പം തിരിച്ച് ഞങ്ങൾ ആ കയറുന്ന എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇവരിങ്ങനെ മക്കാവോ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇവർ ഒറ്റയടിക്ക് ഇങ്ങനെ പറന്നു പോവും. ഇവരെന്തോ ഇങ്ങനെ ലൈറ്റോ എന്തോ ഇത് വെച്ചിട്ട് അതിനെ തിരിച്ച് വിളിക്കുന്ന കാണാം. അതിൽ ആ റെഡ് ഇത് വരുന്നത് ഭയങ്കര വയലൻ്റാണ്. യെല്ലോ വലിയ പ്രശ്നമില്ല, റെഡ് ഇത് വരുന്നത് ഭയങ്കര വയലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കണ്ടോ, അതാ അയാളുടെ അടുത്ത് ഭയങ്കര കളിയാണത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ടിലൊരു അമ്പലമുണ്ട്. അതിപ്പം നമ്മൾ തായ്ലൻഡിൽ എവിടെ പോയാലും നമുക്ക് കാണാൻ പറ്റും. ഒരു കുഞ്ഞി അമ്പലം എപ്പോഴും ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ. ഓൾമോസ്റ്റ് എല്ലാവരും പോയി തുടങ്ങി. ഈവനിങ് കുറച്ച് നല്ലപോലെ സന്ധ്യയായി. അപ്പം ഞങ്ങൾ ഏകദേശം തിരിച്ചിറങ്ങാമെന്ന് ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നാൽ ഇവിടെയും കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ ആ ഷോപ്പിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി വലുതും നല്ല സാധനങ്ങളൊക്കെ തടഞ്ഞാലോ എന്ന് വിചാരിച്ചൊന്ന് കറങ്ങി പോകാമെന്ന് വിചാരിച്ചു. ഞാനും ഇറങ്ങാൻ പോവാണ്. ഇനി നമുക്ക് വീണ്ടും കാണാം വേറൊരു ചെറിയ വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ ബൈ ബൈ. Stay tuned for more shorts and videos from Mr. and Mrs. Joe. Bye.